ലോകം മറ്റൊരു വൻ യുദ്ധത്തിന്റെ വക്കിലാണോ എന്ന ഭീതി വർദ്ധിപ്പിച്ചുകൊണ്ട് പശ്ചിമേഷ്യയിൽ അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം മുറുകുകയാണ്. ഈ സാഹചര്യത്തിൽ സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി ഇന്ത്യയിലെ ഏറ്റവും വലിയ വിമാന കമ്പനിയായ ഇൻഡിഗോ തങ്ങളുടെ പ്രധാന അന്താരാഷ്ട്ര സർവീസുകൾ റദ്ദാക്കുകയും ചിലത് പുനഃക്രമീകരിക്കുകയും ചെയ്തിരിക്കുന്നു. യുദ്ധഭീഷണി വെറും വാക്കുകളിൽ ഒതുങ്ങാതെ സൈനിക നീക്കങ്ങളിലേക്ക് മാറുമ്പോൾ അത് സാധാരണക്കാരായ യാത്രക്കാരെയും ആഗോള സാമ്പത്തിക വ്യവസ്ഥയെയും എങ്ങനെ ബാധിക്കുന്നു എന്നത് ഗൗരവകരമായ വിഷയമാണ്. ഇറാനിലെയും സമീപ പ്രദേശങ്ങളിലെയും അസ്ഥിരമായ സാഹചര്യം കണക്കിലെടുത്ത് യാത്രക്കാരുടെ സുരക്ഷയ്ക്ക് മുൻഗണന നൽകാനാണ് ഇൻഡിഗോ തീരുമാനിച്ചിരിക്കുന്നത്. വിമാന കമ്പനി ഔദ്യോഗികമായി പുറത്തുവിട്ട വിവരങ്ങൾ പ്രകാരം 2026 ജനുവരി 25, 26 തീയതികളിലെ ഷെഡ്യൂളുകളിലാണ് വലിയ മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നത്. ഡൽഹിയിൽ നിന്നും ജോർജിയയുടെ തലസ്ഥാനമായ ടിബിലിസിയിലേക്കും മുംബൈയിൽ നിന്നും കസാഖിസ്ഥാനിലെ അൽമാട്ടിയിലേക്കുമുള്ള വിമാനങ്ങളാണ് അടിയന്തരമായി റദ്ദാക്കിയത്. ഈ വിമാനങ്ങളുടെ പോക്കും വരവും നിലച്ചതോടെ നൂറുകണക്കിന് യാത്രക്കാരാണ് ദുരിതത്തിലായിരിക്കുന്നത്. എങ്കിലും സംഘർഷ മേഖലയ്ക്ക് മുകളിലൂടെ പറക്കുന്നത് ഒഴിവാക്കാനാണ് കമ്പനി ഈ കടുത്ത തീരുമാനമെടുത്തത്. ജനുവരി 26 നിശ്ചയിച്ചിരുന്ന ബാക്കു, താഷ്കെന്റ്, ടിബിലിസി, അൽമാട്ടി സർവീസുകൾ പൂർണ്ണമായും റദ്ദാക്കുന്നതിന് പകരം വഴിതിരിച്ചു വിടാനാണ് ഇൻഡിഗോ ലക്ഷ്യമിടുന്നത്. സാധാരണഗതിയിൽ ഉപയോഗിക്കുന്ന ആകാശപാതകൾ ഇറാൻ വിരുദ്ധ നീക്കങ്ങൾ മൂലം അപകട സാധ്യതയുള്ളവയായി മാറിയിരിക്കുന്നു. അതിനാൽ ദീർഘദൂര പാതകൾ തിരഞ്ഞെടുക്കേണ്ടി വരുന്നതിനാൽ വിമാനങ്ങൾ ഖത്തറിലെ ദോഹയിലിറക്കി ഇന്ധനം നിറയ്ക്കും. ഇത് യാത്രാസമയം ഗണ്യമായി വർദ്ധിപ്പിക്കാനും ഇടയാക്കും.